എൻ്റെ നാട്ടിലെ ഒരു മികച്ച സ്കൂൾ കേട്ടോ. ഒരു പക്ഷേ കൊട്ടക്ക മുനിസിപ്പാലിറ്റിയിൽ ടർഫുള്ള ഏക സ്കൂളായിരിക്കും. അതുമാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത, പിന്നെ ഫുൾ വൈഫൈ സൗകര്യം, ഫുൾ സ്മാർട്ട് റൂം, LSS മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ വാർത്തെടുത്ത സ്കൂള്, പിന്നെ ശാസ്ത്രമേള, ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഫുട്ബോളിന് സ്പെഷ്യൽ ഫോക്കസ് ഉണ്ട്. പാഠ്യേതര രംഗത്ത് മികച്ചൊരു സ്കൂളാണ് ALP സ്കൂൾ. തോക്കാമ്പാറയിലാണ് ഞാനുള്ളത്. മനോഹരമായ സ്കൂൾ, 70 വർഷത്തിന് മുകളിൽ പാരമ്പര്യമുണ്ട്. KG സെഷൻ വളരെയധികം വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാനേജർ, സംവിധാനത്തിൽ നിയന്ത്രണം മുജീബ് മാഷ്, നമ്മളെ സുഹൃത്താണ്. അതേപോലെ തന്നെ HM. എന്തൊക്കെയാ സാറേ? സുഖമല്ലേ? അപ്പോൾ നമ്മൾ നോക്കല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഈ സ്കൂൾ നിങ്ങളെ 70 വർഷത്തെ പാരമ്പര്യമുള്ള സ്കൂള്. ഇങ്ങനെ ഇതിനെ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് മാറ്റിയെടുക്കുന്നതിൽ മികച്ച പങ്ക് വഹിച്ച ഒരാളാണ് ഇദ്ദേഹം. അതേപോലെ തന്നെ HM നല്ല ടീം വർക്ക് കൂടെ ഉണ്ട്. ഞാൻ കണ്ട ഇഷ്ടമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രാവിലെ തന്നെ കഞ്ഞിയും സമ്മന്തിയുണ്ടോ? അത് നമ്മൾ മദ്രസ കഴിഞ്ഞിട്ട് കുട്ടികൾ നേരിട്ട് സ്കൂളിലേക്കാണ് വരുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണമാണ്. അടിപൊളി 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 അടിപൊളി. അത് ഉഷാറായിട്ടാ. ഇത് വർഷങ്ങളായിട്ടുണ്ട് ആണല്ലേ? നിങ്ങൾക്ക് മദ്രസ അല്ലാത്തൊരു ഇതിലുണ്ട് എന്നുള്ള. ആയിക്കോട്ടെ, അത് നന്നായി. അല്ല, ഞാൻ പറയാം, ആർക്കും കുടിക്കാം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് തുടങ്ങിയാണ്. കഞ്ഞി എടുക്കാം ആണോ? കഞ്ഞി എടുക്കാവുന്നതാണ്. എന്തിനൊന്നാണ്? രാവിലെ തന്നെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ കഞ്ഞി? എങ്ങനെയുണ്ട്? സൂപ്പറാ. അതെന്തുകൊണ്ടാ? നല്ല ടേസ്റ്റാ. അടാ, അടിപൊളി അടിപൊളി. ഓ, കിട്ടിയാ? കഞ്ഞി കിട്ടിയാ? കുടിക്കുക? ഇതൊക്കെ നിങ്ങൾ ഓക്കെ, അടിപൊളി. അത് നന്നായിട്ടാ. നല്ല റിച്ച് ഫുഡാണ് രാവിലെ തന്നെ. സൂപ്പറാ. ബാദിഷാ, ആ ബോൾ എടുക്ക്. അവിടെ വെച്ച് കിക്ക്. ആ റയാൻ ഹുസൈൻ പാസ് ചെയ്യും. അടുത്താ കൊടുക്ക്. സെറ്റല്ലേ? ഇതൊക്കെ നിങ്ങൾ ഇവിടെ ടർഫിൻ്റെ ഒരു ഭാഗ്യം, കുട്ടികളുടെ ഒരു ഭാഗ്യം തന്നെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് HM ഇതിന് ഫുട്ബോൾ ഇഷ്ടമാണല്ലേ സാറേ? തീർച്ചയായിട്ടും. അത് നിങ്ങൾ HM ആണിന് മുന്നേ തന്നെ ട്രെയിനിങ് കൊടുക്കും കുട്ടികൾക്ക്? കൊടുത്തിട്ടുണ്ട്. ആണ്. പ്ലെയർ ആണോ? പ്ലെയർ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ അങ്ങനെ കളിക്കാറില്ല. എങ്ങനെ സമയമുണ്ടോ HM ആയതിനു ശേഷം? HM ആയതിനു ശേഷം സമയം കുറവാണ്. അപ്പോൾ നമ്മൾ ജൂനിയർ ആയിട്ടുള്ള 2 പേരെ അതിനെ ചാർജ് ഏൽപ്പിച്ചിരിക്കുകയാണ്. ആണല്ലേ? അവർ ഈ നാട്ടുകാർ തന്നെയാണ്. അപ്പോൾ അവരൊക്കെയാണ്. അവർ ഇവിടെ ഉണ്ടോ? സഹീർ മാഷും ഉണ്ട്, ഷെയർ മാഷ്, ഷിബിലി. ഇവിടെ എന്താ ഫുട്ബോളിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ? ഫുട്ബോളിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പുതിയ ടർഫൊക്കെ വന്ന സ്ഥിതിക്ക്. അല്ല, അതിന് മുന്നേ തന്നെ നല്ല ടീമുണ്ട് പറഞ്ഞു. ടീമുണ്ട്. നമ്മൾ 5 വർഷമായിട്ട് നമുക്ക് ടീമുണ്ട് സ്വന്തമായിട്ട്. ആണല്ലേ? അപ്പൊ നമ്മുടെ സബ് ജില്ലയിലും ഇതുപോലെ ഗെയിംസും അതുപോലെ ഫുട്ബോളിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ. നമ്മൾ കളിക്കാൻ പോകും. ഒന്നുകൂടെ ഉഷാറാവുന്ന ഭാവിയില്. തീർച്ചയായിട്ടും. ഓക്കെ. എങ്ങനെയുണ്ട് മക്കളെ? എന്താണ് ഇപ്പൊ? എന്തിനാ കളിക്കാൻ നിൽക്കണോ? ടർഫിൽ കളിച്ചോ? നിങ്ങൾ ആദ്യമായിട്ട് ടർഫ് കളിക്കണ ആൾക്കാരാരാ? ജീവിതത്തിൽ ആദ്യമായിട്ട് ഒക്കെ ഇതൊക്കെ നിങ്ങൾ ഈ ടർഫ് പറഞ്ഞ കുട്ടികൾക്കൊരു വികാരമാണ്. അതിപ്പോൾ സ്കൂളിൽ വന്നതോടുകൂടി ഇനിയിപ്പോൾ രാത്രി 10 മണിക്കും 11 മണിക്കൊന്നും അല്ലേ, അതിൻ്റെ അതുണ്ടല്ലോ, നമ്മൾ നാടൻ ഭാഷ പറഞ്ഞാൽ പൂതിയുണ്ട് കിട്ടോളും. ഇവിടെ നിന്ന് തന്നെ മാക്സിമം കളിച്ചാണ്ട് അല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ടർഫ്? കായിക മേഖലയിൽ കുട്ടികളെ മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആവശ്യമാണ്. കുട്ടികളൊക്കെ പല രീതിയിൽ അഡിക്ഷനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മറ്റുള്ളതിന്ന് മാറുന്ന പകരം ഗെയിമിലേക്ക് മാറിക്കഴിഞ്ഞാൽ കുറേ മാറ്റം അവരുടെ സ്വഭാവത്തിൽ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നല്ല സൗകര്യം ഒരുക്കുക ഉള്ള സ്ഥലത്ത്. ഈ സ്ഥലം നമ്മൾ ഈ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല, ഇത് നമ്മൾ വാങ്ങിയതാണ് ഇതിന് വേണ്ടി. അപ്പോൾ അടുത്ത വർഷങ്ങളിൽ നല്ല കുട്ടികൾ വരും. ഇവിടെ നല്ലൊരു ഫുട്ബോൾ ടീം അടക്കം ഉണ്ടാക്കി. അത് പറഞ്ഞു ഇപ്പോൾ മാഷ് പറഞ്ഞു. നല്ല ഭംഗിയായിട്ടൊരു ഫുട്ബോൾ ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്കൂളുകൾ തമ്മിലുള്ള ഒരു ഫുട്ബോൾ മത്സരം ഇവിടെ വെച്ച് നടത്തണം. ഇന്റർ സ്കൂൾ ഫുട്ബോൾ ഫെസ്റ്റ്. ഇവിടെ എനിക്ക് മറ്റൊരു സന്തോഷം എന്താണോ, ഈ സ്കൂളിൽ ഇപ്പോൾ മുജീബ് മാഷ് നമ്മുടെ സുഹൃത്താണ്. മുജീബ് മാഷ് സിസ്റ്ററാണ്. ഫസീല ടീച്ചർ ഇവിടുത്തെ ടീച്ചറാണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആളുകളാണ്. അപ്പോൾ ഒരു വലിയൊരു ഹാപ്പി ഉണ്ട്. HM മനസ്സിലായ? ആ സന്തോഷം കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫസീല ടീച്ചറെ അല്ലേ? അതെ, KG ആണ് നമ്മുടെ ഹൈലൈറ്റ്. നമ്മുടെ സ്കൂളിന്റെ ഹൈലൈറ്റ്. ഇത് KG ടീമാണ്. ഞങ്ങളൊരു ടീമാണ്. ഇൻചാർജ് ആയിട്ട് ഞാനാണ്. ഇപ്പോൾ വന്നതിന് ശേഷം നമ്മുടെ ബിൽഡിംഗ് എല്ലാം നമ്മൾ കളർഫുൾ ആക്കി. പിന്നെ ഇവർക്ക് സെൽഫ് സഫിഷ്യന്റ് ആണ്. ഇവർക്ക് എല്ലാ ക്ലാസ്സിനും നമ്മളിപ്പോൾ ഒരു അലമാറ, അതുപോലെ പ്രിന്റർ, അതുപോലെ സ്മാർട്ട് TV എല്ലാ ക്ലാസ്സിലും ഉണ്ട്. എല്ലാ KG സ്മാർട്ട് TV ഒക്കെ എല്ലായിടത്തും ഉണ്ട്. KG കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആണ്. അതെ, കുറച്ചുകൂടെ എല്ലാ ക്ലാസ്സും നമ്മൾ ഇതാണ് ഹൈടെക് ആണ്. അതിനോട് കൂടെ KG അവർക്ക് സ്പെഷ്യൽ, അവർക്ക് എല്ലാ സഫിഷ്യന്റ് ആയ സാധനങ്ങൾ. ഇന്നിപ്പോൾ ഒരു ആക്ടിവിറ്റി ചെയ്യണം തോന്നിയാൽ അതിൻ്റെ
ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ആരും അന്വേഷിക്കണ്ട. പ്രിന്റർ ആണെങ്കിലും എല്ലാതും അവർ സ്വന്തമായിട്ട് എടുക്കുക എന്നാണ്. അതുകൊണ്ട് ആക്ടിവിറ്റിയുടെ ബാഹുല്യം കൊണ്ട് എല്ലാവരും ഇനി അയക്കല്ലേ വീഡിയോയിൽ എന്നുള്ളൊരു ഇത് അഭിപ്രായം. അത്രയും ആക്ടിവിറ്റീസ് ആണ് അതാ ഉദ്ദേശം ഉണ്ടാവും അല്ലേ? പൊതുവെ പേരൻസിന്റെ പരാതി ഓവർലോഡാണ് കേജിക്കാർക്ക് വീട്ടിൽ നിന്നുള്ളത്. നിങ്ങളെ ലോഡ് ഇവിടെ കൊടുക്കുക അങ്ങനെയാണോ? അടിപൊളി അടിപൊളി അടിപൊളി. ആരെ ബസ് ടീച്ചറെ ആണല്ലേ? അപ്പൊ നമുക്കൊരു ധൈര്യമാണ്. അടിപൊളി. അതെല്ലാം ഇവിടെ ഏൽപ്പിച്ചു കൊടുത്താണ് ഉത്തരവാദിത്തം. മാഷേ അങ്ങനെ തന്നെ നമ്മളെല്ലാം വ്യത്യസ്തതരമായ ഗെയിംസ് അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. അതെല്ലാം അപ്പോൾ തന്നെ വീഡിയോ എടുത്തിട്ട് നമ്മൾ ക്ലാസ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുകയും ചെയ്യും. അതിനൊക്കെ രക്ഷിതാക്കൾ നല്ല ലൈക്കും ഇതൊക്കെയാണ്. ഫുൾ പോസിറ്റീവ് ആണല്ലോ. ഇതെന്താ മുജി മാഷേ? കുട്ടികൾ അന്നാണ് പ്രസന്റ് പറയുന്ന കുട്ടികൾ രാവിലെ വന്നാൽ അവർ പ്രസന്റ് ആയിട്ട് അവർ ആ സ്റ്റാർ അവൽ ഇതിൽ കൊണ്ടുവന്ന്. ഓക്കെ സജിമോൻ സാറേ, HM ആണ്, ഹാപ്പി ആണല്ലേ? ഞാൻ ഈ ജൂൺ 1 മുതലാണ് HM ആയിട്ട് ചാർജ് എടുത്തത്. ടെൻഷനൊന്നുമില്ല? ഒരു ടെൻഷനും ഇല്ല. ഞാനിവിടെ 32 വർഷം സർവീസായി. ഇവിടെ സ്കൂളിലെ പ്രത്യേകത എന്ന് പറഞ്ഞപ്പോൾ ഈ വർഷമായിട്ട് നമ്മൾ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും ആദ്യത്തെ ടർഫ് നമ്മുടെ സ്കൂളിലാണ് ഉള്ളത്. ഓക്കെ. മുനിസിപ്പാലിറ്റിയിൽ വേറെ സ്കൂളുകളിൽ ഒന്നിലും ഹൈസ്കൂൾ അടക്കമുള്ള സ്കൂളുകളിൽ പോലും ടർഫില്ല. നമ്മുടെ സ്കൂളിലുണ്ട്. അത് നമ്മുടെ മാനേജർ പ്രതിനിധി മാനേജർ മുജീബ് മാഷയുടെ ഉമ്മയാണ് മാനേജർ. മുജീബ് മാഷ അധ്യാപകനായതുകൊണ്ട് നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാം തന്നെ മാഷിന് അറിയാം. അപ്പം നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം തന്നെ മാഷ് അത് പ്രാവർത്തികമാക്കും. പിന്നെ എല്ലായിടത്തും വൈഫൈ സൗകര്യമുണ്ട്, കമ്പ്യൂട്ടർ ലാബുണ്ട്. നമ്മളൊരു കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് ആർട്ട് ഗാലറി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാഹന സൗകര്യമുണ്ട്. പിന്നെ ഇതിനെല്ലാത്തിനും പിന്തുണയുമായിട്ട് രക്ഷിതാക്കളുണ്ട്, നമ്മുടെ സഹപ്രവർത്തകരുണ്ട്, മാനേജറുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് ഇതിൽ സന്തോഷവും അഭിമാനവുമാണ്. എല്ലാ വർഷവും LSSന് മുനിസിപ്പാലിറ്റിയിൽ ഒന്നാമതെത്തുന്ന സ്കൂളാണ് LP സ്കൂൾ. അതിന് പുറമെ നമ്മൾ പരീക്ഷയോടനുബന്ധിച്ച് നമ്മൾ നൈറ്റ് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. ബാക്ക്വേർഡുള്ള കുട്ടികൾക്ക് ഇതുപോലെ തന്നെ ഒരു ഭാഗത്ത് LSS ക്ലാസ് നടക്കുമ്പോൾ ഇപ്പുറത്തെ കുറച്ച് പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കായിട്ട് 9 മണി മുതൽ 10 മണി വരെ എല്ലാ ദിവസവും ക്ലാസ് നടക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ടല്ലേ? വേറെന്തൊക്കെ എന്താണ്? എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിന്റെ വൈഫാണ്. ഉഷാറല്ലേ? ഉഷാർ. എന്താ ടീച്ചറെ, നിങ്ങളുടെ പേരെന്തായിരുന്നു? സജിത. ആണല്ലേ? എന്ത് തോന്നുന്നു സ്കൂളിനെ കുറിച്ച്? നല്ല അഭിപ്രായം. ഇവിടുത്തെ സീനിയറാ? ഞങ്ങൾക്ക് ഈ പുതിയ മാനേജ്മെന്റ് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സ്കൂളിൽ വന്നു. ആണല്ലേ? സന്തോഷം. നമ്മളെ കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ ഫസ്റ്റ് കബ് ഫുട്ബോളിലുള്ള സ്കൂളാണ് നമ്മളെ. സ്കൂളിലൊക്കെ അതെ മറ്റു സ്കൂളിൽ ഇപ്പോ ആയി വരുന്നുള്ളൂ. നമ്മള് കുറച്ച് ഒരു പടി മുന്നേ തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി. എങ്ങനെയുണ്ട് മക്കളെ? എങ്ങനെയുണ്ട്? ഉഷാറാണല്ലേ? ഓക്കെ മാഷ. അപ്പൊ ഇങ്ങനെ സപ്പോർട്ടുണ്ട്. അതായത് നമ്മള് ശിബിനി മാഷ് ഇവിടെ സർവീസിൽ കയറിയപ്പോൾ തന്നെ സ്കൗട്ടിന്റെ പരിശീലനത്തിന് നമ്മൾ അയച്ചു. തിരുവനന്തപുരത്തിന് പോയി, അതിൽ പങ്കെടുത്തു. ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ തന്നെ ആദ്യമായിട്ട് സ്കൗട്ടും അതുപോലെ ബുൾബുളും തുടങ്ങിയത് നമ്മുടെ സ്കൂളാണ്. ഇത് പിന്നെ എങ്ങനെ ഈ ടർഫിന്റെ അടുത്ത് ഈ ഒരു സൗകര്യം നമുക്ക് വെച്ചാലേ കുട്ടികൾക്ക് കളിച്ച് രസിക്കാനായിട്ട് ഒരു പാർക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോ HM പറഞ്ഞത് എന്താ സംവിധാനം വിശദീകരിച്ചാണ്? ഇതേ കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ഈ പൊതു ശൗചാലയം ലക്ഷ്യത്തോടു കൂടി വന്നാണ്. ആണല്ലേ? അതിന്റെ ഭാഗമായിട്ട് 10 ലക്ഷം രൂപ സ്കൂളിന് കിട്ടി. അതിന് അവര് തന്നെ വർക്ക് ചെയ്ത വർക്കാണിത്. അത് ലേഡീസിന്റെ 4 നല്ല ടോയ്ലറ്റുകളും ആൺകുട്ടികൾക്കുള്ള ഒരു 8 എണ്ണം മറ്റുള്ള മൂത്രയ്ക്കാനുള്ള സൗകര്യമുണ്ട് ഒക്കെ ഉണ്ടല്ലേ? ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാട്ടെ. ഒരു മിടുക്കി മോളുണ്ട്. ലീഡർ അല്ലേ? പേരെന്താ? ആണോ? എങ്ങനെയുണ്ട് നിങ്ങളെ സ്കൂള്? നല്ല സൂപ്പറാണ്. എനിക്ക് 3ാം ക്ലാസ്സിൽ വന്നപ്പോ ഈ സ്കൂള് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ എന്താണ് കളിക്കാനും ടർഫും ഒക്കെ ഉണ്ടല്ലോ. എന്താണ് സുഖാണോ? പേരെന്താ? എങ്ങനെയുണ്ട് നിങ്ങളെ സ്കൂള്? സൂപ്പറാ. 2024-25 മുതൽ ഈ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റാണ്. അതുമാത്രമല്ല ഞാൻ ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. എൻ്റെ പ്രൈമറി വിദ്യാലയം ആണിത്. ഇവിടെ PTA പ്രസിഡൻ്റായി 2024, 25, 26 വർഷത്തിൽ ഞാൻ ഈ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റാണ്. കായിക രംഗത്തും ആർട്സ് മറ്റ് ഇതര രംഗത്തും മികച്ച ഒരു വിദ്യാലയമാണ് നമ്മുടെ സ്കൂള്. ഞാൻ തോക്കമ്പാറ LP സ്കൂളിലെ MTA പ്രസിഡൻ്റാണ്. കോട്ടയം മുനിസിപ്പാലിറ്റി വെച്ച് നല്ലൊരു സ്കൂളാണ് തോക്കമ്പാറ സ്കൂള്. ഈ പഠനത്തിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യം കൊണ്ടും മികച്ച ഒരു
ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്.